ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡോക്ടർ ജോസഫ് മർഫി എഴുതിയ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന പുസ്തകത്തിൻ്റെ ഓഡിയോ ബുക്കാണ്. അധ്യായം 4, പുരാതന കാലത്തെ മാനസിക രോഗശാന്തികൾ. മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെയും സംവേദനങ്ങളെയും സാധാരണ നിലയിലാക്കാൻ കഴിയുന്ന ഒരു രോഗശാന്തി ശക്തി എവിടെയെങ്കിലും ഉണ്ടെന്ന് എല്ലാ ജനതകളും എങ്ങനെയോ സഹജമായി വിശ്വസിച്ചിരുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ വിചിത്രമായ ശക്തിയെ വിളിച്ചോതാൻ കഴിയുമെന്നും തുടർന്ന് മനുഷ്യൻ്റെ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കപ്പെടുമെന്നും അവർ വിശ്വസിച്ചു. എല്ലാ ജനതകളുടെയും ചരിത്രം ഈ വിശ്വാസത്തെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ നൽകുന്നു. ലോക ചരിത്രത്തിൻ്റെ ആദ്യകാലങ്ങളിൽ രോഗികളെ സുഖപ്പെടുത്തുന്നത് ഉൾപ്പെടെ മനുഷ്യരെ രഹസ്യമായി നന്മയ്ക്കോ തിന്മയ്ക്കോ സ്വാധീനിക്കാനുള്ള ശക്തി പുരോഹിതന്മാർക്കും വിശുദ്ധന്മാർക്കും ഉണ്ടായിരുന്നതായി പറയപ്പെട്ടിരുന്നു. രോഗികളെ സുഖപ്പെടുത്തുന്നത് ദൈവത്തിൽ നിന്ന് നേരിട്ട് ലഭിച്ച ഒരു ശക്തിയായിരിക്കണമെന്ന് കരുതപ്പെട്ടിരുന്നു. ലോകമെമ്പാടും രോഗശാന്തിയുടെ നടപടിക്രമങ്ങളും പ്രക്രിയകളും വ്യത്യസ്തമായിരുന്നു. കൈകൾ വയ്ക്കൽ, മന്ത്രങ്ങൾ, കുംഭങ്ങൾ, താലിസ്മണുകൾ, മോതിരങ്ങൾ, തിരുശേഷിപ്പുകൾ, ചിത്രങ്ങൾ എന്നിവ പോലുള്ള വിവിധ ചടങ്ങുകളിൽ പങ്കെടുത്ത ദൈവത്തോടുള്ള അപേക്ഷകളുടെ രൂപത്തിലായിരുന്നു രോഗശാന്തി പ്രക്രിയകൾ. ഉദാഹരണത്തിന്, പുരാതന മതങ്ങളിൽ പുരാതന ക്ഷേത്രങ്ങളിലെ പുരോഹിതന്മാർ രോഗിക്ക് മയക്കുമരുന്ന് നൽകുകയും രോഗി ഉറങ്ങുന്നതിന് മുമ്പ് ഹിപ്നോട്ടിക് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ദൈവങ്ങൾ ഉറക്കത്തിൽ അവനെ സന്ദർശിച്ച് സുഖപ്പെടുത്തുമെന്ന് അവനോട് പറഞ്ഞു. നിരവധി രോഗശാന്തികൾ തുടർന്നു. വ്യക്തമായും ഇതെല്ലാം ഉപബോധ മനസ്സിനുള്ള ശക്തമായ നിർദ്ദേശങ്ങളുടെ പ്രവർത്തനം. നിഗൂഢമായ ചില ആചാരങ്ങൾ അനുഷ്ഠിച്ചതിന് ശേഷം ഹെക്കേറ്റിലെ ഭക്തർ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് വിചിത്രവും അതിശയകരവുമായ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പല്ലികളെ റെസിൻ, കുന്തുരുക്കം, മൂർ എന്നിവയുമായി കലർത്തി ചന്ദ്രക്കലയ്ക്ക് കീഴിൽ തുറസായ സ്ഥലത്ത് ഇതെല്ലാം ഒരുമിച്ച് പൊടിക്കാൻ അവരോട് പറഞ്ഞിരുന്നു. ഈ വിചിത്രമായ നടപടിക്രമത്തെ തുടർന്ന് പല കേസുകളിലും രോഗശാന്തി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നൽകിയിരിക്കുന്ന ചിത്രീകരണങ്ങളിൽ പരാമർശിക്കുന്നത് പോലെ ഈ വിചിത്രമായ നടപടിക്രമങ്ങൾ ഈ ആളുകളുടെ ഭാവനയെ ശക്തമായി ആകർഷിക്കുന്നതിലൂടെ അവരുടെ ഉപബോധ മനസ്സിന് നിർദ്ദേശവും സ്വീകാര്യതയും നൽകി എന്നത് വ്യക്തമാണ്. വാസ്തവത്തിൽ ഈ എല്ലാ രോഗശാന്തികളിലും വിഷയത്തിൻ്റെ ഉപബോധ മനസ്സായിരുന്നു രോഗശാന്തിക്കാരൻ. എല്ലാ യുഗങ്ങളിലും അംഗീകൃത വൈദ്യശാസ്ത്ര വൈദഗ്ധ്യം പരാജയപ്പെട്ട സന്ദർഭങ്ങളിൽ അനൗദ്യോഗിക വൈദ്യന്മാർ ശ്രദ്ധേയമായ ഫലങ്ങൾ നേടിയിട്ടുണ്ട്. ഇത് ചിന്തിക്കാൻ കാരണമാകും. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ഈ വൈദ്യന്മാർ അവരുടെ രോഗശാന്തിയെ എങ്ങനെ സ്വാധീനിക്കുന്നു? ഈ രോഗശാന്തികൾക്കെല്ലാം ഉത്തരം രോഗിയുടെ അന്ധവിശ്വാസത്തിൽ നിന്നാണ്. അത് അവൻ്റെ ഉപബോധ മനസ്സിൽ വസിക്കുന്ന രോഗശാന്തി ശക്തി പുറപ്പെടുവിപ്പിച്ചു. ഉപയോഗിച്ച പല പരിഹാരങ്ങളും രീതികളും വളരെ വിചിത്രവും അതിശയകരവുമായിരുന്നു. ഇത് രോഗികളുടെ ഭാവനയെ ഉത്തേജിപ്പിക്കുന്ന വൈകാരികാവസ്ഥയ്ക്ക് കാരണമാവുകയും ചെയ്തു. ഈ മാനസികാവസ്ഥ ആരോഗ്യത്തിൻ്റെ നിർദ്ദേശത്തെ സുഗമമാക്കി രോഗികളുടെ ബോധമനസ്സും ഉപബോധ മനസ്സും ഇത് സ്വീകരിച്ചു. അടുത്ത അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കും. ഉപബോധ മനസ്സിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള ബൈബിൾ വിവരണങ്ങൾ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തും ആഗ്രഹിക്കുന്നെങ്കിൽ അത് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ലഭിക്കും. മർക്കോസ്. കാലങ്ങളിലെ വ്യത്യാസം ശ്രദ്ധിക്കുക. നമ്മുടെ ആഗ്രഹം ഇതിനകം തന്നെ പൂർത്തീകരിക്കപ്പെട്ടുവെന്നും അത് ഇതിനകം പൂർത്തീകരിക്കപ്പെട്ടുവെന്നും ഭാവിയിൽ അതിൻ്റെ സാക്ഷാത്കാരം ഒരു കാര്യമായി പിന്തുടരുമെന്നും ഉള്ള വസ്തുത സത്യമാണെന്ന് വിശ്വസിക്കാനും അംഗീകരിക്കാനും പ്രചോദിത എഴുത്തുകാരൻ നമ്മോട് പറയുന്നു. ഈ സാങ്കേതിക വിദ്യയുടെ വിജയം ചിന്ത, ആശയം, ചിത്രം എന്നിവ മനസ്സിൽ തന്നെയുള്ള ഒരു വസ്തുതയാണെന്ന ആത്മവിശ്വാസത്തെ ആശ്രയിച്ചിരിക്കുന്നു. മനസ്സിൻ്റെ മണ്ഡലത്തിൽ എന്തിനും ഒരു സത്ത ഉണ്ടാകണമെങ്കിൽ
അത് അവിടെ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നതായി കരുതണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക കാര്യം ഉപബോധ മനസ്സിൽ പതിപ്പിച്ചുകൊണ്ട് ചിന്തയുടെ സൃഷ്ടിപരമായ ശക്തി എങ്ങനെ ഉപയോഗിക്കാമെന്ന് സംക്ഷിപ്തവും നിർദ്ദിഷ്ടവുമായ ഒരു നിർദ്ദേശം ഇവിടെ നൽകിയിരിക്കുന്നു. നിങ്ങളുടെ ചിന്ത, ആശയം, പദ്ധതി അല്ലെങ്കിൽ ലക്ഷ്യം നിങ്ങളുടെ കൈ അല്ലെങ്കിൽ ഹൃദയം പോലെ തന്നെ യഥാർത്ഥമാണ്. ബൈബിൾ രീതി പിന്തുടരുന്നതിലൂടെ പ്രതികൂലമായ ആകസ്മികതകളെ സൂചിപ്പിക്കുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചുമുള്ള എല്ലാ പരിഗണനകൾക്കും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. നിങ്ങൾ മനസ്സിലൊരു വിത്ത് അഥവാ സങ്കല്പം നടുകയാണ്. അത് നിങ്ങൾ അസ്വസ്ഥമാക്കാതെ വിട്ടാൽ അത് മുളച്ച് ബാഹ്യഫലങ്ങളിലേക്ക് വീഴാതെ മുളയ്ക്കും. യേശു നിർബന്ധിച്ച പ്രധാന വ്യവസ്ഥ വിശ്വാസമായിരുന്നു. ബൈബിളിൽ നിങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുന്നു. നിങ്ങളുടെ വിശ്വാസമനുസരിച്ച് അത് നിങ്ങളോട് ചെയ്യപ്പെടുന്നു. നിങ്ങൾ ചിലതരം വിത്തുകൾ നടുകയാണെങ്കിൽ ഭൂമിയിൽ അവ അവയുടെ വർഗത്തിനനുസരിച്ച് വളരുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇതാണ് വിത്തുകളുടെ രീതി. വളർച്ചയുടെയും കൃഷിയുടെയും നിയമങ്ങളെ വിശ്വസിക്കുമ്പോൾ വിത്തുകൾ അവയുടെ വർഗത്തിനനുസരിച്ച് പുറത്തു വരുമെന്ന് നിങ്ങൾക്കറിയാം. ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന വിശ്വാസം എന്നത് ഒരു ചിന്താരീതിയാണ്, മനസ്സിൻ്റെ ഒരു മനോഭാവമാണ്, ഒരു ആന്തരിക ആത്മവിശ്വാസമാണ്. നിങ്ങളുടെ ബോധമനസ്സിൽ നിങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്ന ആശയം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഉൾക്കൊള്ളുകയും പ്രകടമാക്കുകയും ചെയ്യുമെന്ന് അറിയുക എന്നതാണ്. വിശ്വാസം എന്നത് ഒരു അർത്ഥത്തിൽ നിങ്ങളുടെ യുക്തിയും ഇന്ദ്രിയങ്ങളും നിഷേധിക്കുന്നത് സത്യമാണെന്ന് അംഗീകരിക്കുക എന്നതാണ്. അതായത് ചെറിയ യുക്തിസഹവും വിശകലനപരവും ബോധപൂർവവുമായ മനസ്സിനെ അടച്ചുപൂട്ടുകയും നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ആന്തരിക ശക്തിയെ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരു മനോഭാവം സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ്. അവൻ വീട്ടിലെത്തിയപ്പോൾ ആ കുരുടന്മാർ അവൻ്റെ അടുക്കൽ വന്നു. യേശു അവരോട്, എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അവർ അവനോട്, ഉവ്വ് കർത്താവേ എന്നു പറഞ്ഞു. അപ്പോൾ അവൻ അവരുടെ കണ്ണുകളിൽ തൊട്ടു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്നു പറഞ്ഞു. അവരുടെ കണ്ണു തുറന്നു. യേശു അവരോട്, ആരും അറിയരുത് എന്ന് കർശനമായി കൽപ്പിച്ചു. നിങ്ങളുടെ വിശ്വാസമനുസരിച്ച് വാക്കുകളിൽ നിന്ന് അന്ധരായ മനുഷ്യരുടെ ഉപബോധ മനസ്സിൻ്റെ സഹകരണത്തെ യേശു യഥാർത്ഥത്തിൽ ആകർഷിക്കുകയായിരുന്നുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അവരുടെ വലിയ പ്രതീക്ഷ, അവരുടെ ആന്തരിക വികാരം, അത്ഭുതകരമായ എന്തെങ്കിലും സംഭവിക്കുമെന്നും അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്നുമുള്ള അവരുടെ ആന്തരിക ബോധ്യം എന്നിവയായിരുന്നു അവരുടെ വിശ്വാസം. അങ്ങനെ അത് സംഭവിച്ചു. മതപരമായ ബന്ധം പരിഗണിക്കാതെ ലോകമെമ്പാടുമുള്ള എല്ലാ രോഗശാന്തി ഗ്രൂപ്പുകളും ഒരുപോലെ ഉപയോഗിക്കുന്ന കാലാതീതമായി അംഗീകരിക്കപ്പെട്ട രോഗശാന്തി സാങ്കേതികതയാണിത്. ആരും അറിയാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന വാക്കുകളിൽ പുതുതായി സുഖം പ്രാപിച്ച രോഗികളോട് അവരുടെ രോഗശാന്തിയെക്കുറിച്ച് ചർച്ച ചെയ്യരുതെന്ന് കൽപ്പിക്കുന്നു. കാരണം അവിശ്വാസികളുടെ സംശയാസ്പദവും അവഹേളനപരവുമായ വിമർശനങ്ങൾക്ക് അവർ വിധേയരാകാം. ഇത് ഉപബോധ മനസ്സിൽ ഭയം, സംശയം, ഉത്കണ്ഠ എന്നിവയുടെ ചിന്തകൾ നിക്ഷേപിക്കുന്നതിലൂടെ അവർക്ക് ലഭിച്ച നേട്ടങ്ങൾ ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട്. പഴയ കാലങ്ങളിലെ ആളുകൾ മാനസിക രോഗശാന്തി എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? അദ്ദേഹം വളരെ വേഗം സുഖം പ്രാപിച്ചു. പഴയ കാലത്ത് ആളുകൾ 3 ഘട്ട ഫോർമുലയിൽ വളരെയധികം വിശ്വസിച്ചിരുന്നു. അതാണ് ഫോർമുല: ചോദിക്കുക, വിശ്വസിക്കുക, സ്വീകരിക്കുക. അതായത് നിങ്ങൾക്ക് വേണ്ടത് ചോദിക്കുക, നിങ്ങൾക്ക് അത് ഉണ്ടെന്ന് വിശ്വസിക്കുക, നിങ്ങൾക്കത് ഉണ്ടെന്ന് അനുഭവിക്കുക. വരും കാലങ്ങളിൽ ആ കാര്യം നിങ്ങളോടൊപ്പമുണ്ടാകും. പറയുന്നത് എത്ര ലളിതമാണെന്ന് നിങ്ങൾ ചിന്തിക്കും. ചോദിക്കുക, വിശ്വസിക്കുക, നിങ്ങൾക്ക് ലഭിക്കും. വിമാനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട അത്ഭുത മനുഷ്യനെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു.
അതുപോലെ ആ മനുഷ്യൻ തൻ്റെ ഉപബോധ മനസ്സ് ഈ 3 ഘട്ട ഫോർമുലയിൽ ഉപയോഗിച്ചു. കൂടാതെ നിങ്ങൾ ഒരു ചിന്തയിലും ദൃശ്യവൽക്കരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കില്ല. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിങ്ങൾ എന്താണ് സംഭവിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് എത്തിയെങ്കിൽ അത് സംഭവിക്കില്ല. ആധുനിക കാലത്ത് മാനസിക സൗഖ്യം. ഇനി നമുക്ക് മാനസിക രോഗശാന്തിയുടെ പുതിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് പഠിക്കാം. ആബ്സെൻറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ അർത്ഥം ലോസ് ഏഞ്ചൽസിൽ താമസിച്ചിരുന്ന ഒരു സ്ത്രീക്ക് കൊറോണറി ത്രോംബോസിസ് ഉണ്ടായിരുന്നു. ജയിലിൽ മരിക്കാൻ അവൾ ആഗ്രഹിച്ചില്ല. അതിനാൽ അവൾ പ്രാർത്ഥിച്ചു, ഞാൻ എവിടെയായിരുന്നാലും എൻ്റെ അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും എന്നോടൊപ്പമുണ്ട്. എൻ്റെ അമ്മ എന്നോടൊപ്പമുണ്ട്. എൻ്റെ അമ്മ എന്നോടൊപ്പമുള്ളിടത്തോളം കാലം എനിക്കൊരിക്കലും അസുഖം വരില്ല. പക്ഷേ ആ സ്ത്രീയുടെ ശരീരം പോലെ അത് അവളുടെ ചിന്തകളെ പ്രതിഫലിപ്പിച്ചു. ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ മനസ്സിൻ്റെ കാഴ്ചപ്പാടുകൾ പറഞ്ഞാൽ എൻ്റെ ആരോഗ്യം യാന്ത്രികമായി വീണ്ടെടുക്കാൻ തുടങ്ങുമെന്ന് എനിക്കറിയാം. ഏതാനും ആഴ്ചകൾക്കു ശേഷം ആ സ്ത്രീ സുഖം പ്രാപിച്ചു. ഒരു രോഗവും ഇല്ലാത്തതുപോലെ അവൾ സുഖം പ്രാപിച്ചു. If you consider your mother as God, then for your subconscious mind, your mother is God who removes all your problems. നിങ്ങളുടെ അമ്മയെ ദൈവമായി നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിന് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാക്കുന്ന ദൈവമാണ് അമ്മ. അതിനാൽ നമുക്ക് നമ്മുടെ അമ്മയോട് പൂർണ്ണത തോന്നുന്നു. അതുപോലെ നിങ്ങൾക്കും ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ കഴിയും. ഉപബോധ മനസ്സിൻ്റെ ഗതികോർജ പ്രവർത്തനം പുറത്തുവിടൽ, ഓറ ക്ലീനിങ് എന്നതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കേട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അത് ശ്രദ്ധാപൂർവം മനസ്സിലാക്കുക. നിങ്ങളുടെ എല്ലാ നെഗറ്റീവ് വികാരങ്ങളും പുറത്തെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഓറ ക്ലീനിങ്. എന്നാൽ തിരിഞ്ഞു നോക്കുന്നതിലൂടെ അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന ഓറ ക്ലീനിങ് തെറാപ്പിസ്റ്റുകളും ഉണ്ട്. അക്യൂട്ട് പ്രഷറിൻ്റെയും ആധുനിക സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെ എല്ലാ ക്ലയൻറ്റുകളുടെയും വേദന നിങ്ങൾ സുഖപ്പെടുത്തുന്നു. ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.